നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നാട്ടുവെളിച്ചം പരിപാടിയിലേക്ക് സ്വാഗതം. നാട്ടുവെളിച്ചത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മട്ടന്നൂരിൻ്റെ എല്ലാമായ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല സർവ്വമേഖലകളിലും തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളാണ് ഇന്ന് നാട്ടുവെളിച്ചത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പ്രകാശ് ചേട്ടൻ ഈ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ നെടുന്തൂണ് എന്ന് വിശേഷിപ്പിക്കാം. 1983 അതെ, 83 തുടങ്ങുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം എന്നത് തുടക്കത്തിലുള്ളത് പോലെയല്ല. ഇപ്പം എല്ലാ മേഖലയിലും പാലിയേറ്റീവിൽ അടക്കമുള്ള എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമാണ് ഈ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെ ഈ ക്ലബിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ തുടക്കകാലത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. തുടക്കകാലം 1983 നമ്മളൊരു ഫുട്ബോൾ കൂട്ടായ്മയിലാണ് ഈ സാധനം രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് നെഹ്റു കേന്ദ്ര, സംസ്ഥാന വിഭജനക്ഷേമ ബോർഡ്, അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് നമ്മളിങ്ങനെ അപ്ഡേഷൻ ചെയ്യും. നമ്മളെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് സ്പോർട്സാണ് മുൻതൂക്കം. ഫുട്ബോള്, കബഡി, ക്രിക്കറ്റൊക്കെ നല്ല 83 കാലഘട്ടം ഒരു 90-95 കാലഘട്ടം വരെ വലിയ ഒരു സംവിധാനം. നീന്തൽ ടീം, അന്നേ നീന്തൽ ടീമുണ്ട്. നീന്തൽ ഇപ്പം 33 വർഷമായി നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ ഈ പല ക്ലബിൻ്റെയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നാണ് കേട്ടുവരുന്നത്. ഇതിപ്പോൾ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ്. അതായത് ഫുട്ബോൾ കൂട്ടായ്മയിൽ നിന്നാണല്ലോ ഞങ്ങൾ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. എനിക്കൊന്ന് ജില്ലയിൽ അങ്ങനെ ആരും സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബില്ല, എല്ലാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോഴും നിലവിൽ നമുക്ക് നീന്തൽ ടീമുണ്ട്, ബോക്സിംഗ് ടീമുണ്ട്, ഫുട്ബോൾ ടീമുണ്ട്. പ്രാവശ്യത്തെ ലീഗിൽ 4th ഡിവിഷൻ ചാമ്പ്യൻ ഞങ്ങളാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്കൊരു സംവിധാനം ഉണ്ട്. അപ്പം നിലനിന്ന് പോകുന്ന കബഡിയൊക്കെ ഇപ്പോൾ ഇല്ല. നമുക്കിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, നീന്തൽ ടീമും ബോക്സിംഗ് ടീമും ഫുട്ബോൾ ടീമും മാത്രമേ ഉള്ളൂ. ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ. അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് ആദ്യം ഈ രൂപീകരിച്ച്. ഇങ്ങനെ ഒരു ക്ലബ്ബ് എന്നുള്ളൊരു ആശയം വന്നത് തന്നെ ഒരുപക്ഷെ അന്ന് കളിയിൽ നിന്ന് തുടങ്ങി ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് നമുക്കൊരു ക്ലബ്ബ് രൂപീകരിക്കണം എന്ന് കരുതി. അങ്ങനെ ആണ് അത് സ്പോർട്സ് ആൻഡ് പിന്നെ ആർട്സിലേക്ക് മാറിയത്. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം? വന്ന സമയപ്രവർത്തനം അന്നേ ഉണ്ട്. ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്യുക, ഗവൺമെൻറ് ആശുപത്രി ആഴ്ചകളിൽ അതിൻ്റെ ബാത്റൂം ക്ലീനാക്കി അവിടെ പോവുക, പിന്നെ അവിടെ കൂട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ അന്നേരെ നല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധത അന്നേ ഉണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കിങ്ങനെ ഇത്രയധികം മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടില്ല. അന്നൊന്നും ചാനലില്ല, പ്രാദേശിക ചാനലുകളില്ല, നമ്മൾ നവമാധ്യമങ്ങളില്ല. അപ്പം അന്നൊക്കെ പത്രങ്ങളിൽ ചെറിയ വാർത്ത വരും. ദേശാഭിമാനി പോലുള്ള പത്രം, മാതൃഭൂമി, സുദിനം, അങ്ങനെയൊക്കെയുള്ള പത്രങ്ങളിൽ അന്ന് വാർത്തയൊക്കെ വരും. അതൊക്കെ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ പൊതുജനം അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതല്ലേ? അന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ചെറിയ പരിപാടി ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും നമുക്ക് വേണ്ട ഒരുപക്ഷെ ആ 83 മുതലുള്ള തിരിച്ചറിവായിരിക്കും ഒരുപക്ഷെ ഈ സമൂഹത്തിൽ നിന്ന് ഏത് രീതിയിലുള്ള പിന്തുണയാണ് ആ സമയത്തൊക്കെ ലഭിച്ചത്? നല്ല പിന്തുണ അന്നും. കാരണം ആ സമയത്ത് 83 കാലഘട്ടത്തിൽ കളിയെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോകുന്നല്ലേ. നമ്മൾ പിന്തുണ ഉണ്ടാകാൻ തന്നെ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ജനകീയരായ 3 പേരാണ് ഞങ്ങളുടെ രക്ഷാധികാരികൾ. ഡോക്ടർ ജി കുമാരൻ നായർ, ഇപ്പോഴത്തെ നമ്മളെ എൻ മുകുന്ദൻ മാസ്റ്റർ, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ അച്ഛനാണ്. ഒന്ന് DA ഡെന്നി. ഇവരൊക്കെ ജനസമ്മതരായ ആളുകളായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് അവർ രക്ഷാധികാരികൾ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും അവർ നമുക്ക് അന്നും നമ്മളെ നല്ലോണം സാമ്പത്തികമായിട്ടും സഹായിക്കും. ഇപ്പോഴും അവർ രണ്ടാളും മരിച്ചുപോയി. ഇപ്പോൾ നിലവിലുള്ള ഡോക്ടർ ജി കുമാരൻ സാർ വരെ നമ്മൾ ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോഴും അന്നും അവർ തന്നെ. ഞങ്ങൾ ചെറിയ 3 മാസമൊക്കെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാ ദിവസങ്ങളും നമ്മൾ പരിപാടികളെ ആസൂത്രണം ചെയ്യും, പരിപാടികളിൽ വരികയും ചെയ്യും. അന്നേ ഒരു ചലിക്കുന്ന ഒരു സംഘടന. കുറച്ച് നാൾ പ്രവർത്തനം നിലച്ചു പോയത് നമ്മൾ കൊറോണ കാലത്ത്. പക്ഷെ കൊറോണയിൽ ഞങ്ങൾ
പാലിയേറ്റീവ് പ്രവർത്തനം പാലിയേറ്റീവ് നന്നായിട്ട് വർക്ക് ചെയ്തൊരു സമയം. വശങ്ങളൊക്കെ ഇവർ പറയും. അപ്പോൾ അന്നേ ക്ലബ്ബ് സജീവ. മിനി എന്ന പേരാണെങ്കിലും മിനി എന്ന നമ്മളൊരു ചെറിയ മിനിയല്ല ശരിക്ക് എന്ന് പിന്നെയാണ് എല്ലാവർക്കും ഞാൻ ഇൻട്രോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനത് മനസ്സിലിങ്ങനെ കരുതി വെച്ചു. അന്നും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇന്നും സീനിയേഴ്സ് മെമ്പർമാർ നമ്മളെല്ലാ പരിപാടികളിലും നമ്മൾ എന്തെങ്കിലും വലിയ പരിപാടി, ഇപ്പം നമ്മുടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ പാലിയേറ്റീവ് ദിനം, അതിൻ്റെ എല്ലാ പരിപാടികളും നമ്മുടെ സീനിയേഴ്സുകൾ വരികയും നമ്മളോട് പരിപാടികളൊക്കെ എല്ലാവരും ഉണ്ട്. ഇപ്പം കുറേ ആൾ വന്നിട്ടുണ്ട്. പേരിലൊരു എളിമ ഇങ്ങനെ ഇത്ര അന്ന് തുടങ്ങുമ്പോൾ ഇത്ര വലിയ അന്നൊരു മിനി സ്റ്റേഡിയം ഉണ്ട് അവിടെ. ആ സ്റ്റേഡിയം മുനിസിപ്പൽ മിനി സ്റ്റേഡിയം. ആളുകളെ വിചാരം ഞങ്ങളെ സ്റ്റേഡിയമാണ് മിനിയാണല്ലോ. അപ്പൊ അന്ന് അവിടെ ഇരുന്നുകൊണ്ട് അതിന് അവിടെ ഇരുന്നിട്ടാണ് ഇതിനെ രൂപീകരിക്കുന്നുണ്ടായത്. വന്നുകൊണ്ടാണ് മട്ടന്നൂരിന്റെ സർവ്വമേഖലകളിലും മിനി എന്നാൽ മിനി ക്ലബ്ബാണ്. ഒരുപാട് ആളുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരായാലും. പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഈ സംവിധാനത്തിന്റെ കീഴിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു പ്രശ്നം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ജില്ലയെ സംബന്ധിച്ച് ജില്ലയിൽ ഒരുപക്ഷെ ഈ മിനി ക്ലബിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധാരണ ഈ ഒരു ക്ലബ്ബായിട്ട് തുടങ്ങിയ ഒരു കളിയിൽ കൂടെ വന്ന് പിന്നെ അത് ആർട്സിലേക്ക് മാറി, പിന്നെ അത് ഗ്രന്ഥാലയം എന്നുള്ള രീതിയിലേക്ക് വായനശാലയായിട്ട് മാറി. ഇതിൻ്റെ ഇടയിൽ ഈ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഈ അശരണർക്ക് അത്താണിയാവുന്ന ഒരു ക്ലബ്ബായി മാറുന്നു. അത് ചെറിയ സമയത്തല്ല, തുടങ്ങിയ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു പിന്നെ മേഖലയിലേക്കുള്ള അതിനുള്ളൊരു പ്രചോദനം എവിടുന്നാണ് ലഭിച്ചത്? മിനി ക്ലബിനെ സംബന്ധിച്ചിട്ട് ഒരു ഇലക്ടറൽ വാർഡ് തന്നെ ആ ക്ലബിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പക്ഷേ ഒരു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ജനകീയ സംവിധാനം എന്ന് പറയുന്നത് മിനി ക്ലബ്ബായിരിക്കും. ആ ഒരു അർത്ഥത്തിലേക്ക് അത് വളരാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനെ നെഞ്ചേറ്റിയ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രകാശേട്ടൻ പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളിലൂടെയാണ് ക്ലബ്ബ് വളർന്നത്. ഒന്ന് 1983 മുതൽ എനിക്ക് തോന്നുന്നു 95 വരെയുള്ള കാലഘട്ടത്തിൽ സ്പോർട്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ 95 കാലഘട്ടത്തിൽ ഒരുപാട് നല്ല കലാകാരന്മാർ ക്ലബ്ബിലൂടെ കടന്നു വരികയും ക്ലബിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ കലാപരമായിട്ടുള്ള ഒരു മുൻതൂക്കം കൂടി ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ 95 കാലഘട്ടത്തിൽ നമ്മൾ കലാപ്രവർത്തനങ്ങൾ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു. അതിനുശേഷം 2000-2005 ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് എന്ന് പറയുന്നത് ക്ലബിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് മാറിയത്. പാലിയേറ്റീവ് 3ാം ഘട്ടം എന്നുള്ള നിലയിൽ, അതായത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നായിരുന്നു ആ സമയമാകുമ്പോഴേക്കും പാലിയേറ്റീവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ദീർഘകാലമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ക്ലബിൻ്റെ ഭാരവാഹികളെ സമീപിക്കുകയും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലബിൻ്റെ ഭാരവാഹികൾ തന്നെ കൂടിയിരുന്ന് ആലോചിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ അന്നേരം ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ കൂടി അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നുള്ള പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ വളരെ ജനകീയമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ, പാലിയേറ്റീവ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ക്ലബിൻ്റെ പ്രവർത്തകർ, ക്ലബിന് അഫിലിയേഷനുള്ള ധാരാളം സംഘടനകൾ ക്ലബ്ബ് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് എവൈക്ക് എന്ന് പറയുന്ന സംഘടന. ഈ എവൈക്കിൻ്റെ ഒരു ക്യാമ്പിനകത്ത് വെച്ചിട്ടാണ് പാലിയേറ്റീവ് എന്നുള്ള പ്രസ്ഥാനത്തെ എന്തുകൊണ്ട് ഒരു ജനകീയമായ ഒരു സംസ്കാരമാക്കിയിട്ട് മാറ്റിക്കൂടാ എന്നുള്ളൊരു ചർച്ചയിലേക്ക് ക്ലബ്ബ് എത്തിച്ചേർന്നു. അങ്ങനെ പൊതുസമൂഹം വെച്ചാൽ പാലിയേറ്റീവ് ഒരു ജനകീയ സംസ്കാരമായാൽ മാത്രമേ അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം മാത്രമല്ല പാലിയേറ്റീവ് എന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു രോഗം എന്ന് പറയുന്നത് ആരുടെയും ശാപമൊന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും രോഗം വരാം, മാരകമായ രോഗങ്ങൾ വരാം. ഈ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ശൂന്യത, നമ്മൾ അതുവരെ അനുഭവിച്ചിരുന്ന ഒരു സ്പേസ് നമുക്ക് പെട്ടെന്ന് ഇല്ലാതാവുകയാണ്. അതിനിടയിലേക്ക് നമുക്കുണ്ടാകുന്ന ആ സ്പേസ് ഇല്ലാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലുപരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആരുമില്ലാതായി തീരുക എന്ന് പറയുന്നത് ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് പറയേണ്ടത് ഒരു പ്രയാസമാണ്. ആ പ്രയാസത്തിനിടയിൽ നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിലേക്ക് അതിന് മാറാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു ഗവേഷണത്തിൽ നിന്നാണ് പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് ഇൻ കണ്ണൂർ പിക്ക് എന്നുള്ള സംഘടനയിൽ നിന്ന് കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ ഞങ്ങൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഏകദേശം ഈ പറയുന്ന രീതിയിൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് 3ാം ഘട്ടത്തിൽ നടന്ന അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൂടുതൽ ജനകീയമാക്കിയത്. അതുവരെ മിനി ക്ലബ് എന്ന് പറയുന്നത് എല്ലാവർക്കും മിനി ക്ലബിനെ അറിയാം. മിനി സ്പോർട്സ് എന്ന് പറയുന്ന പ്രാധാന്യം, കാരണം നമ്മുടെ ഫുട്ബോൾ ടീമാവട്ടെ, നീന്തൽ ടീമാവട്ടെ, ക്രിക്കറ്റ് ടീമാവട്ടെ,
ഇതിനെ വെല്ലാൻ മറ്റൊരു ടീം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. എല്ലാ കേരളോത്സവങ്ങളായാലും മറ്റുള്ള മത്സരങ്ങളായാലും ഒക്കെ ചാമ്പ്യന്മാർ. അപ്പൊ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഇതിനെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവസ്ഥ ഉണ്ടായത് പാലിയേറ്റീവ്. കാരണം അവർ ക്ലബിനെ കണക്കാക്കുന്നത് ഇതൊരു ഇതിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനം, അതായത് നമ്മളിപ്പം കണ്ടുവരുന്നുണ്ട്, ജില്ലയിലൊക്കെ കാണുന്നില്ല, വിവിധ ക്ലബ്ബുകളായിട്ടും നാട്ടുവെളിച്ചവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഒരുപാട് അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കണ്ണ് പരിശോധന ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ പരിശോധന ക്യാമ്പ്, അങ്ങനെ ആ ഒരു തലത്തിലേക്ക് ഈ സാധനത്തിന്, അതായത് നമ്മുടെ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഇത്രത്തോളം ഇടപഴകി അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ക്ലബ്ബ് നമ്മളടുത്തിറങ്ങിയെടുത്തോളം അത് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവാണ്, അത് മിനി ക്ലബിൻ്റെ അണ്ടറിലുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇതിനെ സജ്ജമാക്കാൻ വേണ്ടി ഒരുപാട് എഫോർട്ട് എടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ പിന്നിലുള്ളവർ. ആ ഒരു കാര്യത്തെക്കുറിച്ച് അത് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതിലടക്ക് ഞാൻ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു ബാധ്യതയായിട്ട് ആണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതെങ്ങനെ നടത്തും, അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ട് എങ്ങനെ കണ്ടെത്തും, ഇതൊരു വലിയ അനിശ്ചിതത്വമായി മുമ്പിലുണ്ടായിരുന്നില്ലേ? ഒരിക്കലും അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഇത് എങ്ങനെ എന്നുള്ളത് നമ്മളന്ന് ചിന്തിച്ചിരുന്നില്ല. ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു നമ്മളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ക്ലബിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളെ പഠിപ്പിച്ചൊരു ഇതാണത്. വെച്ചാൽ ഇന്നിവിടെ ഈ പ്രസ്ഥാനം ഇത്രയധികം ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഇതിനുവേണ്ടി എഫേർട്ട് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുന്നത്. മറിച്ച് ആ പ്രവർത്തനം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് എന്താണ് ഉപകാരം ചെയ്യാൻ പറ്റുക എന്ന്, അതിന് നിരവധികളായ പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധി അതിജീവിക്കാനുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അതിലേക്ക് ഞാൻ അനിശ്ചിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ലോ, നമുക്ക് ഈ എന്ത് പ്രവർത്തനത്തിനും പിന്നിൽ ഒരു സാമ്പത്തിക സ്രോതസ് ആവശ്യമാണ്. അപ്പം നമ്മൾ നല്ല മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് പ്രകാശനം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇതിനൊരു ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഇതിനകത്ത് ഇല്ല. ഒരു കൊടിയുടെ രാഷ്ട്രീയവും മിനി ക്ലബിനില്ല. പക്ഷെ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ്. അതിനകത്ത് അവരുടെ കലാപരമായ താല്പര്യം ഉണ്ടാവും, കായികപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും, ജീവിത പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതിനേതെങ്കിലും ഒരു അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ അതിർവരമ്പിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവരെ നോക്കിക്കാണാനല്ല, അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം എല്ലാവരും. അതുകൊണ്ട് തന്നെ ചില ക്ലബ്ബ് ഇപ്പം മറ്റുള്ള ക്ലബ്ബുകളെ കുറ്റപ്പെടുത്തി അതിനെ കുറച്ച് കാണുകയല്ല. പല ക്ലബ്ബുകളുടെയും പ്രധാനപ്പെട്ട പരിപാടി ഓണപ്പരിപാടി നടത്തുക, അല്ലെങ്കിൽ വിഷുവിന് പരിപാടി നടത്തുക, വാർഷിക ആഘോഷങ്ങൾ നടത്തുക എന്നുള്ളതിലുപരിയായിട്ട് പലപ്പോഴും അത്തരം കൂട്ടായ്മകൾ ഈ ഒരു ചെറിയ ചെറിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, അത് അവരുടേതായിട്ടുള്ള ഒരു ദോഷം കൊണ്ടുള്ളത്. നമ്മളൊരു സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയുള്ളതാണ്. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്, അവരെ കുറച്ച് കാണുന്നല്ല. ഇപ്പോൾ ഒരു നല്ലതാണ്, നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നു, ഇതൊക്കെ ആവശ്യമാണ്. അതല്ല ഈ അനിശ്ചിതത്വം എന്നുള്ള ഒരു പദം നേരത്തെ ഞാൻ പ്രയോഗിക്കാൻ കാരണം, പല ക്ലബ്ബുകളും ഇപ്പോൾ നടന്നു വരുന്ന രീതി, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ നിറവേറ്റാൻ ഒരിപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ വായനശാലയുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ കാണണം. ഇത് നമ്മൾ ജനങ്ങളുടെ അടുത്ത് പിരിച്ചിട്ടാണ് നടത്തേണ്ടത്. അപ്പോൾ പല പ്രദേശത്തും പല രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ ജനങ്ങളുടെ അടുത്ത് ആലോചിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു കൂട്ടം നന്മ മനസ്സുകളുണ്ട്, അതിൽ നിന്നാണ് നിങ്ങൾ ഈ അനിശ്ചിതത്വത്തെ മറികടന്നത് എന്നാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മിനി ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ഇലക്ടറൽ വാർഡായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം. മിനി നഗർ എന്ന് പറയുന്ന വാർഡിലാണ് ഈ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചൊരു വാർഡാണ്. അപ്പോൾ ഈ ഒരു വാർഡിന് ആ പേര് കിട്ടണമെങ്കിൽ എത്രമാത്രം ജനകീയമായിട്ടായിരിക്കും ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. ഈ ക്ലബിന്റെ പേരാണ് ഈ വാർഡിന് കിട്ടിയത്. അതിലും വലിയൊരു അംഗീകാരം വേറെയില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് അംഗീകാരത്തിനൊന്നും ഒരു സർക്കാർ അംഗീകാരം ഇതുവരെ ഞങ്ങൾക്ക്. ഒരു തവണ യുവജനക്ഷേമ ബോർഡിന്റെ പ്രവർത്തകർ, അന്ന് ചന്ദ്രൻ തില്ലങ്കേരി യുവജനക്ഷേമ ബോർഡിന്റെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അവരുടെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു, ഇപ്പോഴും വളരെ ശക്തമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിൽ പരം ഒരു അവാർഡിന് നമ്മൾ അങ്ങോട്ടേക്ക് അപേക്ഷ കൊടുത്തിട്ട് അവാർഡ് നമ്മൾ നേടിയെടുക്കേണ്ടതല്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ക്ലബിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഫണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ക്ലബ് ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല. ഈവൻ പ്രേക്ഷകർ അറിവിലേക്കാണ്. നമ്മൾ നേരത്തെ ഈ പരിപാടി ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഇങ്ങനെയൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു അവാർഡ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ
തെളിവും സഹിതം നമ്മൾ ബോധ്യപ്പെടുത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് സഹിതം അപ്ലൈ ചെയ്താലാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു വാർഡിൻ്റെ പേര് തന്നെ നിങ്ങളുടെ ക്ലബിൻ്റെ അത് ജനങ്ങളുടെ ഒരു അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ കൂടാതെ നിങ്ങളുടെ കൂടെയുള്ള ഈ സുമനസ്സുകളുടെ സാന്നിധ്യം അതൊരു വലിയ അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. സാർ പിന്നെ നമ്മൾ നേരത്തെ സാർ ചോദിച്ച ഒരു ചോദ്യം സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്രോതസ് കണ്ടെത്തുന്നത് എന്നുള്ളത്. ക്ലബിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പൊതുജനങ്ങളോട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പിന്നെ അതിനകത്ത് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവർ ഇങ്ങോട്ടേക്ക് ക്ലബിനെ സമീപിക്കുകയും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ആ ആവശ്യത്തിനകത്തേക്ക് ജനങ്ങൾ തന്നെ ഇറങ്ങി വരികയും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഇതുവരെയും ഈ ക്ലബ്ബ് ആർജിച്ച ഒരു പിന്നെ നല്ല പേര്, സൽപ്പേരിൻ്റെ ഒരു പരിണത ഫലമായിരിക്കാം അത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നമ്മൾ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്ന സമയത്ത് ഇപ്പോൾ തലശ്ശേരി പോലുള്ള നഗരങ്ങളിൽ ഒരു പേരെടുത്ത് ഒരു നഗരത്തെ പറയുന്നതല്ല, അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ തെരുവുകളിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ പല പ്രാവശ്യം കാണാം. അന്തി ഉറങ്ങുന്നവരും അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നമുക്കറിയാലോ എത്രത്തോളം ഫലപ്രദമാണെന്ന്. ഇപ്പം മട്ടന്നൂരിൽ അങ്ങനെ ഒരു സംവിധാനം കാണാനേ ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്രയോ കാലം ഇങ്ങനെ ഈ തെരുവോരങ്ങളിലൊക്കെ അറിയുന്നതാണ്, നേരിട്ട് പിന്നെ അനുഭവസ്ഥരാണ്. അപ്പോൾ ഇവരൊക്കെ ഒരാളെ പോലും അങ്ങനെ അലഞ്ഞു തിരിയുന്ന ആളായിട്ട് കാണുന്നില്ല. പല വാർത്തകളിലും പലപ്പോഴും ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ശുശ്രൂഷിച്ച് അവരെ അഭയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയുണ്ട്, വളരെ ശ്ലാഘനീയമായിട്ടുള്ള. ആ ഒരു ഇതെങ്ങനെയാണ് നിങ്ങളിത് പിന്നെ ഈ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്? അതായത് ഒരു മനുഷ്യനെ നമ്മൾ മനുഷ്യനായിട്ട് പരിഗണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളൊരിക്കലും ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ പരിഗണിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. തെരുവിൽ അലയുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഒരിക്കലും പൗരാവകാശത്തിൻ്റെ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. തെരുവിൽ അലയുന്നവർ തീർച്ചയായിട്ടും ഒരു പരിധിവരെ 99% പേർ മാനസികമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊരു കൈത്താങ്ങാവാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര തന്നെ വിപ്ലവം പ്രസംഗിച്ചിട്ടും എത്ര തന്നെ ജനകീയത പ്രസംഗിച്ചിട്ടും എത്ര തന്നെ സാമൂഹ്യ പ്രതിബദ്ധത പ്രസംഗിച്ചിട്ടും കാര്യമില്ല എന്നാണ് മിനി ക്ലബ്ബ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിറങ്ങുന്ന അല്ലെങ്കിൽ എത്തപ്പെടുന്ന എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. എത്തപ്പെടുന്ന ഒരു തെരുവിൽ അലയുന്ന ഒരാൾ ഇവിടെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ മനുഷ്യനായി പരിഗണിക്കുകയും അയാൾക്കുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനകീയ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങളത് ആ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അറയങ്ങാടുള്ള സ്നേഹഭവൻ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അവരോടൊക്കെ ക്ലബിനുള്ള നന്ദി എന്ന് പറയുന്നത് ഒരിക്കലും തീർത്താൽ തീരാത്ത ഒന്നാണ്. കാരണം അവരാണ് ഏത് സമയത്തും 24 മണിക്കൂറും അതിൻ്റെ വാതിൽ മിനി ക്ലബിനായിട്ട് തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് നിയമ സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അവരെ വേണ്ട വിധത്തിൽ അവർക്ക് മെച്ചപ്പെട്ട പരിഗണന കൊടുക്കുന്നതിന് വേണ്ടി മട്ടന്നൂരിൽ നിന്ന് അവരെ പുനരധിവസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിന് ഇന്ന് വിമാനത്താവളത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വിളി വന്നു, ഒരാളുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളെ വിജുവിൻ്റെ നേതൃത്വത്തിൽ ബൈജു അങ്ങനെ നമ്മളെ വിവേക് എന്ന് പറഞ്ഞ ആൾക്കാർ പോയി സ്നേഹമെല്ലാം ആക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ശരി, ഇന്ന് പോലും സംരക്ഷണം. നമുക്കിപ്പോൾ ഇതിന് പിന്നെ ഈ കട്ടക്ക് നിൽക്കാനുള്ള വളണ്ടിയേഴ്സും നിങ്ങൾ അത് നമ്മൾ എടുത്തു. അപ്പോൾ ഇതിന് പിന്നെ സാർ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വളണ്ടിയർമാർ എന്ന് പറയുന്ന ഒരുപക്ഷെ ഒന്നുകിൽ പെൻഷനേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പെൻഷനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്താണ് പറയേണ്ട ഒരു ഐഡിയ ഇല്ലാതെ എന്നാൽ പിന്നെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കളയാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ് മിക്കവാറും പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കളുടെ സാന്നിധ്യം ഒരു പരിധിവരെ ഈ പ്രസ്ഥാനത്തിനകത്ത് വളരെ കുറവാണ്, കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇതിനൊരു അപവാദമാണ് മിനി ക്ലബിൻ്റെ പാലിയേറ്റീവ്. അതെച്ചാൽ എല്ലാ വർഷവും പാലിയേറ്റീവ് കെയർ ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് പാലിയേറ്റീവ് വളണ്ടിയർമാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. പുതിയ വളണ്ടിയർമാർക്ക് അവരിൽ താല്പര്യമുള്ള ആൾക്കാരാണ് പുതിയ വളണ്ടിയേഴ്സിന് ഇപ്പോൾ NSS കോളേജുകളിലെയും സ്കൂളുകളിലെയും NSS യൂണിറ്റുകൾ അതുപോലെ തൽപരരായിട്ടുള്ള യുവാക്കളൊക്കെ ഈ പരിശീലനത്തിലേക്ക് എത്തുകയും ഏകദേശം ഒരു 150 പേർക്ക് വർഷാവർഷം ഇതിനകത്ത് നിന്ന് പരിശീലനം കൊടുക്കുന്നുണ്ട്. ആ പരിശീലനം കിട്ടിയവർ എന്താണ് പാലിയേറ്റീവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അവർ ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. അതിൽ ചില ആൾക്കാർ ഇതുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, മനസ്സറിഞ്ഞു വരുന്നതാണ്.
അവർക്ക് വേറെ പ്രതിഫലയോ മറ്റു കാര്യങ്ങളോ ഇല്ല, ഒന്നുമില്ല. ഇതിലേക്കുള്ള ക്ലബ്ബ് നടത്തുന്ന പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന അല്ലെങ്കിൽ ക്ലബ്ബ് നടത്തുന്ന എല്ലാ സേവനങ്ങളും 100% സൗജന്യമാണ്. ഇതിന്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഡോറിന്റെ മുകളിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 24 മണിക്കൂറും സേവനം ആവശ്യമുണ്ട് എങ്കിൽ എപ്പോഴാണോ, അതിപ്പോ ഏത് സമയത്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രകാശേട്ടനെ വിളിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദപ്പെട്ട വിളിക്കുക. അവര് നിങ്ങളുടെ വീട്ടിനകത്ത് ലഭ്യമായിരിക്കും. ഞങ്ങളുടെ വാഹനം എടുത്തിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ 24 മണിക്കൂർ മട്ടന്നൂരിന്റെ എന്നല്ല ഒരു നാടിന്റെ കാവൽക്കാരായിട്ടുണ്ട് മിനി ക്ലബ്ബ്. അപ്പോൾ ഈ പാലിയേറ്റീവിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഇപ്പം ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റലുകളിൽ പാലിയേറ്റീവിൻ്റെ വേറെ തന്നെ യൂണിറ്റ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റു കാര്യങ്ങൾ ഏകദേശം അത് സമാനമായി. ഇപ്പം നിങ്ങൾ ശരിക്കും സഞ്ചരിക്കുന്ന ഒരു പാലിയേറ്റീവ് യൂണിറ്റാണ്. ആരാണോ പിന്നെ അർഹിക്കുന്നത്, ആർക്കാണോ ബുദ്ധിമുട്ട് വരുന്നത്, ആ സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങൾ മറ്റു ചിലവുകളോ മറ്റൊന്നും നോക്കാതെ ആ സ്ഥലത്ത് പോയിട്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിന് ശരിക്കും ഈ ഭരണസമിതി മാത്രമല്ലാതെ മുഴുവൻ വളണ്ടിയേഴ്സും ഒരുമിച്ച് സദാ സന്നദ്ധരായിട്ടുണ്ടല്ലോ. നമ്മുടെ വളണ്ടിയർമാരുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ കിട്ടേണ്ട സേവനങ്ങൾ പാലിയേറ്റീവിൽ പിന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ അല്ലെ അമ്മ യൂണിറ്റിൻ്റെ ആ ഭാഗമായിട്ട് തന്നെ ലഭ്യമാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും? നമുക്കിപ്പോൾ നിലവിൽ IP സംവിധാനമില്ല, OP സംവിധാനം മാത്രമാണുള്ളത്. അതിനെക്കുറിച്ച് നമ്മുടെ പാലിയേറ്റീവിൻ്റെ ചാർജുള്ള രജിഷ വളരെ വിശദമായിട്ട് സംസാരിക്കും. എന്നാലും അപ്പോൾ ഞങ്ങൾക്ക് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ നമ്മുടെ രോഗികൾ അവരുടെ ജീവിതാന്ത്യത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പം നിലവിൽ ഒരാൾ മരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പോലും അയാളുടെ മരണസമയം പലപ്പോഴും അന്തസ്സോടെ മരിക്കാനുള്ളൊരു അവകാശം നമുക്ക് പലപ്പോഴും രോഗിക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അന്തസ്സോടെ ജീവിക്കുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്തസ്സോടെ മരിക്കുക എന്നുള്ളത്. ഈ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെന്നാൽ ഒരു രോഗി അയാൾക്ക് ജീവിതാന്ത്യത്തിൽ എന്തായാലും മരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ബന്ധുക്കളെ കണ്ടുകൊണ്ട്, അയാളുടെ ചെറുമക്കളെ കണ്ടുകൊണ്ട്, അയാളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ടുകൊണ്ട് സുഖകരമായിട്ട് മരിക്കാനുള്ളൊരു അന്തരീക്ഷം നിലവിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ കുറവായിട്ടാണ് രോഗികൾക്ക് ലഭ്യമാകുന്നത്. അവരുടെ ജീവിതാന്ത്യം മിക്കവാറും ICUവിനകത്തുള്ള വളരെ എന്താണ് പറയേണ്ടത്, പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു മരണം എന്ന് തന്നെ പറയാം. അനാവശ്യമായിട്ടുള്ള കുറേ ഉപകരണങ്ങൾ ശരീരത്തിൽ ഘടിപ്പിക്കുക, തീർത്തും വിദിതമായിട്ടുള്ള ICUവിൻ്റെ അന്തരീക്ഷമെന്ന് പൊതുവെ നമുക്ക് അറിയാവുന്നതാണ്. അത്തരം ഒരു അന്തരീക്ഷത്തിൽ പുറത്തൊരാളെ, ഒരു ബന്ധുവിനെ പോലും കാണാതെ, ബന്ധുക്കൾക്ക് രോഗിയെ പോലും കാണാൻ പറ്റാതെ ഒരാളുടെ മരണം കാത്തുകൊണ്ട് ഒരുപറ്റം ആൾക്കാർ ICUവിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം ഒരു മനോനിലവാരം തന്നെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരു രോഗിയോട് കാണിക്കേണ്ടുന്ന ഏറ്റവും നീതി, അയാൾ എന്തായാലും മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സുഖകരമായിട്ട് അയാളെ മരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ആശ്വാസത്തോടു കൂടി മരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു സെൻറ്റർ തുടങ്ങുക എന്നുള്ളത് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ അത് ആരംഭിച്ച കാലം തൊട്ടേയുള്ള ഒരു സ്വപ്നമാണ്. ആരെങ്കിലും ഒരു 20 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് സംഭാവന നൽകുകയാണ് എങ്കിൽ വൈകാതെ തന്നെ മട്ടന്നൂരിൽ അങ്ങനെ ഒരു സെൻറ്റർ ആരംഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറയുന്നത്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാർ സംവിധാനത്തിൽ, സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ സ്ഥലം ലഭ്യമാകാൻ ഇടയുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള, ഇത്രയേറെ ആരോഗ്യ മേഖലയിൽ പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ രോഗികൾക്ക് നിഷേധിക്കുന്ന ചില അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പം രജിഷയാണ് ഇപ്പം പാലിയേറ്റീവിൻ്റെ ചാർജ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാം? പാലിയേറ്റീവിൻ്റെ 2008 ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഞാൻ പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെടുന്നത്, NCC കേഡറ്റ് എന്ന നിലയ്ക്ക്. അന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ച സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ഒരു വോളണ്ടിയറായി പോകുന്ന ആളായിരുന്നു ഞാൻ. പിന്നീട് കുറേ വർഷങ്ങൾക്കിപ്പുറം 2014 മുതലാണ് മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. മിനി ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരിലാണ്. ഞാനൊരു മാലൂരിൽ താമസിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും അവരവരുടെ നാട്ടിലെ ഒരു ക്ലബിനോടും വായനശാലയോടുമായിരിക്കും ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം അത്രയും ദൂരെയുള്ള ഞാൻ എങ്ങനെയാണ് മിനി ക്ലബിലേക്ക് എത്തിയത് എന്ന് ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു അധ്യാപികയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയത്തോടെയാണ് ഞാൻ ഈ മിനി ക്ലബിനെ ആദ്യം നോക്കിക്കാണുന്നത്. ലഹരിയിലേക്കോ അല്ലെ മറ്റു വിപത്തുകളിലേക്കോ ഒക്കെ പോകാവുന്ന ഒരു കൂട്ടം യുവാക്കളെ
നീന്തലിലൂടെ, ബോക്സിങ്ങിലൂടെ, ഫുട്ബോളിലൂടെ, നൃത്തവിദ്യാലയത്തിലൂടെ, ട്യൂഷൻ സംവിധാനത്തിലൂടെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് ഒരു വലിയ സാംസ്കാരിക ഭൂമികയുടെ കീഴിൽ നിർത്തുന്ന ഒരു കാഴ്ചയാണ്, സുന്ദരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അത്തരമൊരു ഇടത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അത്രയും മഹത്തരമായൊരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ നിർമ്മലഗിരിയിൽ പഠിക്കുന്ന കാലം തൊട്ട് NCC കാഡറ്റ് ആയിരുന്ന സമയത്ത് 2008 മുതലാണ് പാലിയേറ്റീവ് സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതും. പഠിക്കുന്ന കാലത്ത് ഡിഗ്രി കാലഘട്ടത്തിലാണ്. അപ്പൊ ആദ്യം കൂത്തുപറമ്പ് സ്നേഹസ്പർശത്തിലായിരുന്നു. ഇപ്പോഴും അവരുമായി നല്ല ബന്ധം പുലർത്തുന്നു. പിന്നീട് മാലൂരിൽ താമസമാക്കി മിനി ക്ലബിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടും ഞാൻ മാറുന്നത്. ഒരു നിലവിൽ വോളണ്ടിയറും പാലിയേറ്റീവ് കെയറിന്റെ ട്രെയിനറുമാണ്. 2013 ഒക്ടോബർ മാസത്തിലാണ് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പിറവി കൊള്ളുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഏതാണ്ട് 5000-ലധികം രോഗികൾക്ക് നമ്മുടെ സഹായം ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ റണ്ണിങ്ങിൽ 450-500ഓളം പേഷ്യൻസ് നമുക്കുണ്ട്. ഒരു പാലിയേറ്റീവ് കെയറിന്റെ സംവിധാനങ്ങൾ നമുക്ക് 2-3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ദീർഘകാല രോഗങ്ങളായ ക്യാൻസറോ പക്ഷാഘാതമോ അല്ലെങ്കിൽ അപകടത്തിൽ നട്ടലിന് ക്ഷതം പറ്റുക, അത്തരത്തിൽ ഉള്ള കിടപ്പിലായിട്ട് ഇനി മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാനില്ല, വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുന്നവരാണ് പാലിയേറ്റീവിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ താളം അവിടെ വെച്ച് നിലയ്ക്കുകയാണ്. അപ്പൊ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, മാനസികമായ പ്രശ്നങ്ങൾ, സാമൂഹികമായ ഒരു ഒറ്റപ്പെടല്, ചിലപ്പോഴൊക്കെയുള്ള ആത്മീയമായ സംഘർഷങ്ങൾ. അപ്പൊ ഈ 5 പരിഹാരങ്ങളാണ്, 5 പ്രശ്നങ്ങളെ ലഘൂകരിക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പാലിയം എന്ന് പറയുന്നത് തന്നെ മേലങ്കി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ 5 പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് ഉള്ള സംവിധാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, അതിന്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ഹോം കെയർ സംവിധാനമാണ്. എന്ന് വെച്ചാൽ നിസ്സഹായനായ രോഗിയുടെ കിടക്കക്കരികിലേക്ക് ഒരു സമൂഹം എത്തുകയാണ്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, പല വിധത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ ഉണ്ടാവും വോളണ്ടിയർമാരായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവർക്ക് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെ, പ്രത്യേകിച്ച് നട്ടലിന് ക്ഷതം പറ്റിയ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സ്പാൻ എത്രയാണോ അത്രയും അവര് മുന്നോട്ട് ജീവിച്ചു പോകണം. അപ്പൊ അവർക്ക് ഒരു കൈവേല, ഒന്നുകിൽ സോപ്പ് നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, പേപ്പർ പേന നിർമ്മാണം, അങ്ങനെയുള്ള പാലിയം ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അവർക്ക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണത്. അത് അവരെ ഒരു പുനരധിവസിപ്പിക്കലാണ്. ആ പദ്ധതിയും പാലിയേറ്റീവിന്റെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവിന്റെ പരിശീലനം, നേരത്തെ അരുണേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായി എല്ലാ പാലിയേറ്റീവ് ദിനാചരണ സമയത്ത്, ജനുവരി 15 പാലിയേറ്റീവ് ദിനാചരണത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ കൂടുതൽ വോളണ്ടിയേഴ്സിന്, പ്രത്യേകിച്ച് NSS വോളണ്ടിയേഴ്സ് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ അത് കുട്ടികൾക്ക് പിന്തുടരാം. ചിലര് ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു വോളണ്ടിയർ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ അമ്മയ്ക്കൊരു പനി വന്ന് അമ്മ കിടന്നുപോയാൽ, ഒന്ന് നമ്മൾ അടുക്കളയിൽ കയറിയാൽ അതൊരു പാലിയേറ്റീവ് പ്രവർത്തനമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക. പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ. ഒരിക്കലും ഞാൻ അതിനെ ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു സാമൂഹിക പ്രവർത്തനവും സാമൂഹിക ഉത്തരവാദിത്വവും നമ്മുടെ കടമയുമാണ്. കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നുള്ളത് കൊണ്ട്. അതൊരു പക്ഷേ നമ്മൾ പലരും ഇപ്പൊ മനസ്സിലാക്കാത്ത കാര്യമാണ്. ഇതിപ്പോ ഇന്ന് വരുന്നത് നാളെ നമുക്ക് വരില്ല എന്നൊന്നും മനുഷ്യനെ സംബന്ധിച്ച് ഏത് സമയത്ത് അയാളുടെ ഒരു ദോഷം സമയം വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. വീണ് പോയാൽ പോയി, ഒരു നട്ടലിന് ഒരു പരിക്ക് പറ്റി, ജീവിതകാലം മുഴുവൻ കിടപ്പിലായി. അപ്പൊ ആ സമയത്ത് എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരാളെ കാണുമ്പോൾ പുറംതിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്ദേശം, അതാണ് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. അതെ, മാത്രമല്ല സാർ, ഈ നട്ടലിന് ക്ഷതം പറ്റി കിടപ്പിലായ മനുഷ്യനൊരു വസന്തകാലം പിറകിലുണ്ട്. അയാളുടെ മനോഹരമായ കുട്ടിക്കാലമുണ്ട്, യൗവനമുണ്ട്. ഇപ്പോൾ വയസ്സായ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു അനുഭവ സമ്പത്തിന്റെ ഒരു കാലമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാലിയേറ്റീവ് ഇടപെടുന്നത്. ഒരു നിസ്സഹായനായ ആളെ സഹായിക്കുന്ന മനോഭാവമല്ല പാലിയേറ്റീവിന്. നമ്മൾ അവരെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് മാത്രം. പക്ഷേ ഈ പാലിയേറ്റീവിന്റെ ഒപ്പം പാലിയേറ്റീവിന്റെ ചാർജുള്ള ഒരാൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് പറയാനും പറ്റും. നമുക്ക് മിനി ക്ലബിന്റെ അല്ലെങ്കിൽ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ളത് ഈ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഒരു ഭാഗമായിട്ട് വരുമ്പോഴാണ് ഇപ്പൊ IRPC പോലെയുള്ള ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിന് ഒരു കൂട്ടായ്മ, ഇതിപ്പോ പൊതുജനങ്ങളെ അണിനിർത്തി അല്ലെങ്കിൽ യുവജനങ്ങളെ അണിനിർത്തി അവരിലേക്ക് ഈ സ്പോർട്സിനെയും ആർട്സിനെയും വായനയെയും
കലാപ്രവർത്തനങ്ങളെയും ഏൽപ്പിച്ചതിന് ശേഷം അതിലൂടെ അവരെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രംഗത്തേക്ക് കൈപിടിച്ച് നടത്താനുള്ള ഒരു ശ്രമം. അതാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മിനി ക്ലബ്ബ് ചെയ്യുന്നത്. തീർച്ചയായും മിനി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ വെല്ലുവിളി ഇല്ലാത്തതിൻ്റെ ഒരു രഹസ്യം ഇതൊരു ശക്തമായ കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കൊറോണ കാലത്ത് എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച സമയത്ത് സുതാര്യവും ശക്തവും സുതാര്യവുമാണ്. കൊറോണ കാലത്ത് എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച സമയത്തും പാലിയേറ്റീവ് കെയർ മുന്നോട്ട് കൊണ്ടുപോയ വോളണ്ടിയേഴ്സ്, മറ്റുള്ളവരെ നമ്മൾ വീട്ടിൽ അകത്തുള്ളവരെ പോലും ക്വാറന്റൈനിലായി പോയവരിൽ നിന്നും നമ്മൾ അകന്നു മാറി നിന്നു. കാലഘട്ടം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളെ കണ്ടുപോയാൽ പോലും ക്വാറന്റൈനിൽ പോകേണ്ട ഒരു അവസ്ഥയിൽ പോലും ജീവൻ നമ്മൾ ഹോം കെയർ നടത്തി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ OP സംവിധാനത്തിൽ തന്നെ നമുക്ക് ക്യാൻസർ OP ഉണ്ട്. അത് ഡോക്ടർ ലതീഷ് കുമാറാണ്, കണ്ണൂരിൽ നിന്നും അദ്ദേഹം വരും. എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന നിലയ്ക്കാണ് നടക്കുന്നത്. അത് സൗജന്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാനസിക രോഗികൾക്കായിട്ടുള്ള ഫിസിക്കൽ സൈക്യാട്രി ഉണ്ട്. ഡോക്ടർ അഫീഫയുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. പിന്നെ അതുപോലെ സൗജന്യ ഫിസിയോതെറാപ്പി ഉണ്ട്, ഡോക്ടർ അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മ നമുക്ക് പിറകിലുണ്ട്. ഡോക്ടർ സുചിത്ര സുധീർ, ഇപ്പൊ മട്ടന്നൂരിലെ തന്നെ ഡോക്ടർ സാജിദ് അഹമ്മദ്, അതുപോലെയുള്ള അനേകം ഡോക്ടർമാരും അവരുടെ സേവനവും അല്ലെങ്കിൽ അവര് നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന ആളുകൾ കൂടിയാണ് അവര്. പിന്നെ ഒരുപാട് യുവാക്കളായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പൊ നമുക്ക് എടുത്തു പറയാൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരാളെ പേര് പറയാൻ പോലും പറ്റാത്ത വിധം 50-ലധികം സജീവമായിട്ടുള്ള യുവാക്കളുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെല്ലാ സമയത്തും ഏത് സമയത്തും എന്നുള്ളതാണ്. പിന്നെ മറ്റ് പാലിയേറ്റീവിൽ നിന്ന് നമുക്കുള്ളൊരു വ്യത്യാസം ഏതെങ്കിലും ഇപ്പം അധിക പാലിയേറ്റീവിലും എല്ലാ ചൊവ്വാഴ്ച അല്ലെ വ്യാഴാഴ്ച ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവർക്ക് ഹോം കെയർ പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിങ്കൾ മുതൽ ശനി വരെയും ഹോം കെയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ രോഗികളെയും ഒന്നിലധികം തവണ കാണാൻ വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനിയിപ്പൊ അങ്ങനെ ഒരു കണക്ക് പോലും സൂക്ഷിക്കാതെ ആർക്കാണ് ആവശ്യമുള്ളത് അവർ നമ്മളെ വിളിക്കുന്ന സമയത്തും നമ്മൾ പോകും. അത് നേരത്തെ ഇവർ പറഞ്ഞല്ലോ, ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ നമ്മൾ സമയം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് സാധാരണ ഒരു ഏരിയ തിരിച്ചിട്ടാണ് പല പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏരിയ മാപ്പ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്, എൻ്റെ കോളേജിലെ ഒരു വലിയ അപകടം കഴിഞ്ഞ വർഷം നടന്നിരുന്നു 2023. ആ സമയത്ത് 3 കുട്ടികൾ മരണപ്പെടുകയും മറ്റ് 3 കുട്ടികൾക്ക് അപകടം ഉണ്ടാവുകയും ആ 3 കുട്ടികളിൽ ഒരാൾ കോമയിലായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുപുഴയുടെ അപ്പുറത്ത് പാലത്തും കടവാണ് ആ കുട്ടിയുടെ വീട്. പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള എയർ ബെഡ്, വാട്ടർ ബെഡ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒക്കെ എനിക്ക് ഇവിടെ നിന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ എത്ര ദൂരമായാലും ഒരു പരിധിയും പരിമിതിയും ഇല്ലാതെയുള്ള ഒരു സേവനം കാഴ്ചവെക്കാൻ മിനി ക്ലബിന് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് സാധിക്കുന്നുണ്ട്. അതുപോലെ വീൽ ചെയറുകൾ, എയർ ബെഡുകൾ, അങ്ങനെ ബന്ധപ്പെട്ട ഒരു പാലിയേറ്റീവ് രോഗിക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഒരാഘോഷക്കാലം വരുമ്പോൾ ഓണക്കിറ്റും വിഷുക്കിറ്റൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ, പക്ഷെ അതാണ് ഈ ഹോം കെയറിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ഒരു ഡോക്ടർക്ക് ഭക്ഷണത്തിന് മുൻപോ പിൻപോ കഴിക്കാനുള്ള ഗുളിക അല്ലെ പ്രിസ്ക്രൈബ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് പറ്റില്ല. അപ്പൊ ഈ ഇതിന് ഇടയിലുള്ള ഭക്ഷണാരോഗ്യക്ക് കഴിക്കാനുണ്ടോ എന്നുള്ളത് അറിയുന്നത് പാലിയേറ്റീവുകാർക്കാണ്. അതാണ് ഹോം കെയറിന്റെ ഒരു പ്രത്യേകത. എല്ലാ സാഹചര്യങ്ങളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സാമ്പത്തികമായ ഒരു സഹായം പാലിയേറ്റീവിന്റെ അജണ്ടയിലുള്ള ഒന്നല്ല. പക്ഷെ അവരുടെ അത്തരം പ്രയാസങ്ങളെ ലഘൂകരിക്കുക എന്നുള്ളതാണ്, അവരുടെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പാലിയേറ്റീവിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. കാരണം അത്രയും നിലവാരത്തിൽ ജീവിച്ച ആളുകളായിരിക്കും പെട്ടെന്നൊരു അപകടം വന്നതിന് ശേഷം എല്ലാ രീതിയിലും തളർന്നു പോകുന്നത്. അപ്പൊ ആ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി തന്നെ അവർക്ക് ജീവിച്ചു മുന്നേറാനുള്ള ഒരു സാഹചര്യം, ഒരു സഹായമാണ് പാലിയേറ്റീവ് കെയർ നൽകുന്നത്. ഒരു പ്രതീക്ഷയാണ്. അതൊരു സംസ്കാരം കൂടിയാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച്, കാരണം ഇന്ന് പരസ്പരം നമ്മൾ അറിയാം, മാതാപിതാക്കളെ കൊല്ലുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അത്തരം ഒരു നമുക്ക് ബന്ധങ്ങൾക്ക് പോലും ഒരു വിലയില്ലാത്ത ദിവസം റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാർത്തകൾ തന്നെ സമൂഹത്തിന് വലിയ സന്ദേശം കൊടുക്കുന്നതാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്
പല പല മേഖലകളും നേരത്തെ പറഞ്ഞ പോലെ അച്ഛനെയും അമ്മയെയും അതെ ഒക്കെ നോക്കുന്നില്ല അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നില്ല എന്നുള്ളതല്ല. അതെ അവരൊക്കെ അതെ പിന്നെ തല്ലാനും കൊല്ലാനും ഉള്ള ഉള്ളൊരു മനോഭാവത്തിലേക്ക് സമൂഹത്തിലേക്ക് അറപ്പില്ലാത്തൊരു പോകുന്നു എന്ന് പറയാം. ആ സമയത്താണ് ഇതിന്റെ ഒരു പ്രസക്തി വളരെ വലുതാണ് സാർ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടാവുമ്പോ മാത്രമേ ഒരു കിടപ്പ് രോഗി ഉണ്ടാവുന്ന വീടിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ, ആ രോഗിയെ പരിചരിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പരിചരിക്കുന്നവരുടെ മാനസികാവസ്ഥയും വളരെ വലുതാണ്. അപ്പോൾ അവരെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് എന്ന് പറയുന്നത്. അന്തസ്സുറ്റ പരിചരണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളതും ഒരു വീട്ടിൽ ഒരു വോളണ്ടിയർ എന്നുള്ളതുമാണ് പാലിയേറ്റീവിന്റെ ഒരു സന്ദേശം. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രസ്ഥാനം ഒരു അയൽക്കണ്ണികളെ പോലെ ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്ന നിലയിലാണ് പിന്തുടർന്ന് പോവേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടി പാലിയേറ്റീവ് കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ പാലിയേറ്റീവ് പ്രസ്ഥാനം മാത്രമല്ലാതെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ മറ്റ് നീന്തൽ, ബോക്സിംഗ് പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒപ്പമാണ് ഈ പാലിയേറ്റീവ് എന്നുള്ളതാണ് അമ്മ പെൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. അതാണ് അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു, കാരണം അതിന് വിശാലമായ ഒരു കാഴ്ചപ്പാട് സാധ്യമാകുന്നു എന്നുള്ളതാണ്. പാലിയേറ്റീവ് എന്തോ ഒരു നമ്മൾ ഒരു ചെയ്തു കൊടുക്കുന്ന ഒരു സൗജന്യമല്ല, നമുക്ക് ഒരു കാരുണ്യ സ്പർശം, കരുണാസ്പർശം എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു കബഡി കളി പോലെ അല്ലെ അതിനോടുള്ള ഒരു പാഷൻ, അതുപോലെ മറ്റ് കലയോടുള്ള ഒരു പാഷൻ അതുപോലെ തന്നെയാണ് ഇത് എന്ന് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ആണ് ഒരുപക്ഷെ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് പിന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു വെളിച്ചമായി മാറുന്നത്. ഇന്ന് കേരളത്തിലെ തന്നെ നമ്പർ 1, ജില്ലയിലെ തന്നെ ഒരു നമ്പർ 1 മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അത് നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ശ്രീ അരുൺ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇവർ പറഞ്ഞ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരു 3-ാം ഘട്ടത്തിലാണെന്ന് പറഞ്ഞു. ഈ 3-ാം ഘട്ടത്തിൽ ഇത് തുടങ്ങുമ്പോൾ ആ സമയത്തൊക്കെ ശരിക്ക് ഈ പാലിയേറ്റീവിൻ്റെ പേരിൽ അതിൻ്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ ഈ മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പല പിന്നെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ വിശേഷിപ്പിക്കുന്ന പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വെല്ലുവിളിയായി തീർന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെ അങ്ങനെ ഒരു ആക്ഷേപമോ മറ്റേതെങ്കിലും നിങ്ങൾ പ്രവർത്തനത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ രോഗിയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും ഒരു പിന്നെ എന്താണ് പറയേണ്ടത്, ഇന്നയാൾക്ക് ക്യാൻസർ ബാധിച്ച ഒരാളാണ്, അയാളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ സമൂഹത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഒന്നത് ചെയ്തു തരണം, ഇപ്പോൾ വീഡിയോ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഞങ്ങൾ അവരോടെല്ലാം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത്, മിനി ക്ലബിൻ്റെ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒരാളും നന്മ മരങ്ങളല്ല. ഞങ്ങൾ ചെയ്യാനുള്ള നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത അതൊരു ഉത്തരവാദിത്തമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തം ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ട് ഏതെങ്കിലും ഒരു രോഗിയുടെ വമ്പിച്ച ഒരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലേ ഉള്ള കാര്യമല്ല. മറിച്ച് നിങ്ങൾക്ക് ഈ രോഗം വന്നതുകൊണ്ട് ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെ ലഘൂകരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതാന്ത്യം വരെയും നിങ്ങളുടെ കൂടെ, അതിനുശേഷവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെയും ഞങ്ങളുണ്ട് എന്നുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത്. അല്ലാതെ അവരുടെ പേരിൽ കുറേ പണം പിരിച്ചിട്ട് അതിൻ്റെ ഞാൻ വലിയൊരു സേവനം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ ഇന്ന് വരെ മിനി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഒരു മീഡിയയിലും ഞങ്ങളുടെ ഒരു രോഗിയുടെ ചിത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു രോഗിയുടെ കുടുംബ പശ്ചാത്തലം വെച്ചിട്ടോ ഒരു രൂപ പോലും പിരിച്ചിട്ടില്ല. ഞങ്ങൾ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി പൊതുവായിട്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് തീർത്തും കിടപ്പിലായ രോഗികളാണ് എന്നുള്ളത് ഞങ്ങളെ അറിയുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മട്ടന്നൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ വിറ്റുകൊണ്ട് ഒരു ജീവിക്കേണ്ടുന്ന ഒരു അത്തരത്തിലൊരു സാഹചര്യത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മിനി ക്ലബ്ബ് ഒരിക്കലും ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പം ഈ പൊതുവായിട്ട് ഇപ്പം എന്തെങ്കിലും ചടങ്ങുകൾ, ഇപ്പം കല്യാണത്തിൻ്റെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് മിനി ക്ലബിലേക്ക് ഒരു സംഭാവന, ഇപ്പം ഇത്തരം ഫണ്ടുകൾ സ്വരൂപിക്കുന്നത് തന്നെ തീരെ ബുദ്ധിമുട്ടുന്നവർക്ക് പാലിയേറ്റീവ് അല്ലാത്ത പ്രവർത്തനങ്ങളും കൂടി നടത്തിയിട്ടുണ്ടാവുമല്ലോ, ചികിത്സാ സഹായങ്ങളും മറ്റുമായിട്ട്. അതിന് പ്രത്യേകിച്ച് പിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരം ധനസഹായങ്ങളൊക്കെ സ്വീകരിച്ച് നല്ല മനസ്സുള്ളവർ തരുന്ന സംഭാവനകൾ ഈ അർഹരായിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലബിൻ്റെ
ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു കൊറോണ കാലത്ത് പ്രവർത്തനം നിലച്ചുപോയ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഞങ്ങൾ 30 വർഷത്തോളം വളരെ തീർത്തും സൗജന്യമായിട്ട് SSLC വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് ട്യൂഷൻ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം 300-400 കുട്ടികളാണ് ഒരു വർഷം ട്യൂഷൻ സെൻറ്ററിനെ ആശ്രയിച്ചിട്ട് തീർത്തും സൗജന്യമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ സേവനം ഞങ്ങൾ ഉറപ്പാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ, ആ കുട്ടികൾ പിന്നെ ഇപ്പോൾ ക്ലബിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് അവരോട് അഭ്യർത്ഥിക്കാതെ തന്നെ എൻ്റെ ക്ലബ്ബാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതാണ് പറയുന്നത്, വളരെ ഒരു മനുഷ്യൻ്റെ ശൈശവം തൊട്ട് തന്നെ മിനി ക്ലബ്ബ് ഇതിൻ്റെ പ്രവർത്തന പരിധിയിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അയാളുടെ ജനനം മുതൽ മരണം വരെ മിനി ക്ലബ്ബ് അയാളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു തുക തന്ന് സഹായിക്കണമെന്നോ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ പരിചരിക്കുന്ന രോഗി എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ, മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകൾ അത് വളരെ ഗംഭീരമായിട്ട് നടപ്പിലാക്കുന്നതിന് പകരം അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് അയാൾ അനുഭവിച്ച പ്രയാസം അനുഭവിക്കുന്ന മറ്റുള്ള ഒരാൾക്ക് അയാളുടെ പിന്നെ ഈ മരണാനന്തര ചെലവുകൾക്ക് ഉപയോഗിക്കുന്ന തുക കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ പേര് പുറത്ത് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ സന്ദേശമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് നേരത്തെ ഇവർ രജിഷ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ ഒരു കിടപ്പ് രോഗിയുള്ള ഒരു വീട്ടുകാർക്ക് മാത്രമേ അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ചു സിമ്പിളായിട്ട് ഇത് കണ്ട് അത് പരിചരിക്കാമെന്നല്ല, ഈ പരിചരിക്കുന്നവരുടെയും പ്രശ്നമാണ്, ഈ കിടപ്പ് രോഗികളുടെയും മാനസികവും ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഏതായാലും ഈ ട്യൂഷൻ സെന്ററിന്റെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇത്രയധികം കുട്ടികൾക്ക് ഈ കുട്ടികളൊക്കെയാണ് ഈ മുതിർന്നവരായി മാറുന്നത്. സ്വാഭാവികമായിട്ട് ഈ പ്രവർത്തനത്തിന്റെ രീതിയും പ്രവർത്തനത്തിന്റെ ഗതിയും മനസ്സിലാക്കുന്നവരായിരിക്കും ഇവർ. അപ്പൊ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നില്ല ഒരിക്കലും. നമ്മളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി ഇവിടെ പഠിക്കാൻ വരിക എന്ന് പറയുന്നത് അയാൾ വെറും പുസ്തകത്തിനകത്തുള്ള സിലബസിനകത്തുള്ള കാര്യം പഠിച്ചു പോകുന്ന ഒരാളായിരുന്നില്ല. ഞങ്ങളുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഞങ്ങളവരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്പോർട്സ് ഫെസ്റ്റ് നടത്തുമ്പോൾ ഞങ്ങളവരെ സജീവമായിട്ട് പങ്കെടുപ്പിക്കുന്നുണ്ട്. ആർട്സ് നടക്കുമ്പോൾ ഞങ്ങളവരെ സജീവമായിട്ട് പങ്കെടുപ്പിക്കുന്നുണ്ട്. ക്ലബിൻ്റെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാനുള്ള സ്പേസ് ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പുസ്തകത്തിലുള്ളത് പഠിക്കലാണ് എന്നുള്ളതല്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഭാവിയിലേക്ക് ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞ ഒരു പൗരനായിട്ട് മാറണം. അത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടുകൂടി ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ഒരുപാട് വിദ്യാർത്ഥിനികൾ അവർ MSW എന്ന് പറയുന്ന കോഴ്സിനകത്തേക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാരെ പേരെടുത്ത് പറയാനുണ്ട്. എന്നുവെച്ചാൽ സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യുക എന്നുള്ളത് അത് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷന്റെ പുറത്താണ്. ധാരാളം ഡോക്ടർമാരുണ്ട്, പിന്നെ അധ്യാപകരുണ്ട്, അവരൊക്കെയും ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ ഒരു മോട്ടിവേഷൻ ഒരു സമയത്തുള്ള നിങ്ങളുടെ പ്രവർത്തനം കണ്ടറിഞ്ഞിട്ട് ഒരു പക്ഷേ ഡെവലപ്പ് ചെയ്ത ഒരു സംഭവമായിരിക്കും. തീർച്ചയായിട്ടും. ഇത് നമ്മൾ മലബാർ ക്യാൻസർ സെന്റർ പോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കാറുണ്ടോ? എങ്ങനെയാണ്? മലബാർ ക്യാൻസർ സെന്ററുമായിട്ട് ദീർഘകാലത്തെ ഒരു ബന്ധമാണ് മിനി ക്ലബിനെ സംബന്ധിച്ചിട്ടുള്ളത്. അവിടെ നാവിഗേഷൻ വളണ്ടിയർമാരായിട്ട് ഞങ്ങളുടെ വളണ്ടിയർമാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൽ എപ്പോഴാവശ്യപ്പെട്ടാലും 10-20 ആൾക്കാർ ഇവിടെ എല്ലാ സമയത്തും തയ്യാറാണ് രക്തദാനത്തിനായിട്ട്. മറ്റൊന്ന് വെച്ചാൽ കേശദാനമാണ്. ഇപ്പം പാലിയേറ്റീവ് ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിട്ട് കീമോതെറാപ്പിയുടെ ഒരു അനന്തരഫലമായിട്ട് മുടികൊഴിച്ചിലുണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മുടി ദാനം ചെയ്യാൻ വേണ്ടി ചെറിയ മക്കളാണ് അവർ. നമ്മളാരും പറഞ്ഞ് നിങ്ങൾ മുടി ദാനം ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടല്ല, സ്വമേധയാ ഞങ്ങളുടെ ഇവിടെ ഇതിനകത്തൂടെ മുടി ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പാലിയേറ്റീവ് ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ അവരെയൊക്കെ ആദരിക്കുകയുണ്ടായി. കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവരെ ആ കുഞ്ഞു മനസ്സിനകത്ത് ഒരു അനുരണനം ഉണ്ടാക്കാൻ അമ്മക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് പിന്നെ വലിയ സാമ്പത്തിക നേട്ടങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി തീരുന്നത് കൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ജീവിതം അടയാളപ്പെടുത്താൻ നമുക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ് മിനി ക്ലബിനകത്തേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ പ്രേരണയായി തീരുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ആണ് ചാർജ് എന്ന് പറഞ്ഞു. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു മിഷൻ ഒരു ടീച്ചർ കൂടിയല്ലേ. അപ്പോൾ ഈ വായനശാല ഗ്രന്ഥാലയോ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂടി ഇതിൻ്റെ ഒരുമിച്ച് നടത്തുന്നുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നത്? ഇപ്പം വായനശാല എന്ന് പറയുന്നത്
ഏതൊരു നാടിൻ്റെയും മുഖമുദ്രയായി മാറേണ്ട ഒന്നാണ്. കാരണം സിലബസിനപ്പുറത്തേക്കുള്ള വായനയിലൂടെ മാത്രമേ നമുക്കൊരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നല്ലൊരു വായനശാല ഉള്ള ഒരു ദേശം നല്ല തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ദേശം കൂടിയാവും. അപ്പോൾ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ ഒരു ഉപവിഭാഗമാണ് ജെയിംസ് സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം. നമുക്ക് സ്ഥലം നൽകിയ ആളുടെ പേരിലാണ് ആ ഗ്രന്ഥാലയം അറിയപ്പെടുന്നത്. മട്ടന്നൂരുകാരൻ തന്നെയാണ്. അപ്പം വായനശാലയിൽ സജീവമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യുവാക്കളെല്ലാം ഒത്തുചേരുന്ന ഒരിടമായി മാറുന്നുണ്ട്. അവർക്ക് സമ്മേളിക്കാനും സംസാരിക്കാനും സൗഹൃദം പുതുക്കാനും ഒക്കെ പറ്റുന്നു. ആ വായനശാലയുടെയും ക്ലബിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നീന്തലായാലും ബോക്സിംഗ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ നടക്കുന്നത്. ഗ്രന്ഥാലയത്തിൽ നമുക്കൊരു 2000-ഓളം പുസ്തകങ്ങൾ നിലവിലുണ്ട്. അപ്പൊ കൊറോണയ്ക്ക് മുമ്പ് അത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ കൊറോണ സമയത്ത് നമുക്കറിയാം ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് അത് ഒന്ന് നിലച്ചു പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും അത് പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുസ്തകപ്പയറ്റ് എന്ന പേരിൽ മട്ടന്നൂരിൽ ഒരു വലിയ പരിപാടി മട്ടന്നൂർ നഗരത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പൊ അങ്ങനെ ലഭ്യമായ പുസ്തകങ്ങൾ അഫിലിയേഷൻ ഇല്ല, ശ്രമിക്കുന്നു. അഫിലിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിമം പുസ്തകം വേണമെന്നുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. പിന്നെ അപ്പം മാത്രമേ നമുക്ക് ഗ്രാൻഡ് ഒക്കെ ലഭ്യമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതായത് ഈ ഗ്രന്ഥാലയത്തെ ഒന്നുകൂടി ഊർജ്ജപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മളിപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുസ്തകപ്പയറ്റ് നടത്തിയത്. ഇനി അത് അത്തരം പരിപാടികൾ വിപുലപ്പെടുത്തിക്കൊണ്ട് പുസ്തകം പബ്ലിക്കിന് ലഭ്യമാക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ വീട്ടമ്മമാരെയൊക്കെ വായനയിലേക്ക് കൊണ്ടുപോകുന്നതിനും ചെറിയ കുട്ടികളെ സിലബസിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണ്. കാരണം വായന എന്ന് പറയുന്നത് പുതുതലമുറയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോവുകയാണ്. ഈ മൊബൈലില് കാര്യങ്ങൾ അത് വേണ്ടെന്നല്ല, ഇലക്ട്രോണിക് മീഡിയ ആണ്, അത് ആവശ്യമാണ്. പക്ഷേ അതായത് മൊബൈൽ നമുക്കൊരു വലിയ ഒരു സാധ്യത തുറന്നിടുന്ന ഒന്നാണ്. കാരണം നമുക്ക് അകലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ മൊബൈൽ ക്യാമറയാണ്. നമ്മളില്ലാത്തൊരു സമയത്ത് നമ്മുടെ വീട്ടിൽ പണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ വഴി മൊബൈൽ ഒരു ബാങ്കാണ്. നമുക്ക് പെട്ടെന്നൊരു കാര്യം അറിയണമെങ്കിൽ മൊബൈൽ ഒരു ലൈബ്രറിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു സമയം കൊല്ലിയായിട്ട് നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും പണയപ്പെടുത്തുന്ന ഒരിടമായിട്ട് മൊബൈൽ മാറിയിട്ടുണ്ട്. ഒരു ക്രിയേറ്റിവിറ്റി പുതുതലമുറയ്ക്ക് ഇല്ലാതെ വരുന്ന ഒരു സംഭവം. ഇപ്പൊ ഒരു വായനയെ സംബന്ധിച്ച് ഒരു നോവൽ വായിക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളൊക്കെ ആ വായനക്കാരൻ്റെതാണ്. ആ വായനക്കാരനാണ് അതിന്, ഗ്രന്ഥകാരൻ എത്രത്തോളം ചെയ്താലും അതിന് ഇമാജിനേഷൻ നമുക്കാണ്. അതിപ്പോ ഡെവലപ്മെന്റ്സ് അങ്ങനെയാണ് വരുന്നത്. മറ്റൊരാളുടെ ഒരു സീരിയലോ ഒരു സിനിമയോ ആണെങ്കിൽ മറ്റൊരാളുടെ കഥാപാത്രത്തെ അടിച്ചേൽപ്പിക്കുന്ന. അപ്പൊ വായനക്ക് ഉണ്ടാകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഒരു കാരണവശാലും അത് ഇല്ലാതാവുന്നില്ല. ഇന്ന് ഇപ്പം നമുക്ക് കുട്ടികളോട് പല പുസ്തകങ്ങൾ അവർ നിർബന്ധമായും വായിക്കേണ്ട പുസ്തകങ്ങളെ കുറിച്ച് പോലും ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അറിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ വായനശാല സജീവമാവുക വീണ്ടും എന്നുള്ളത് ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. കാരണം മുൻപ് പല മഹാരഥന്മാരും വളർന്നു വന്നിട്ടുള്ളത് ഇത്തരം വായനശാലകളിലൂടെയാണ്. അപ്പോൾ കാർട്ടൂണുകൾ കണ്ടും അതുപോലെ തന്നെ ടിവിയുടെ മുന്നിലിരുന്നും കുട്ടികൾ ഇങ്ങനെ ചലനമറ്റവരായിട്ട് മാറുന്നൊരു ദയനീയമായ ഒരു പശ്ചാത്തലം ഇന്ന് നമുക്കുണ്ട്. അപ്പൊ അവരെ ചലിക്കുന്നവരാക്കി മാറ്റാൻ ഇത്തരം വായനശാലയ്ക്ക് ഒരുപക്ഷെ ഈ 83 മുതലാണെങ്കിൽ പോലും ഒരു സമൂഹത്തെ ചലിപ്പിക്കുക വഴി ഒരു പ്രദേശത്തെ ആകെ ചലിപ്പിച്ച ഒരു ജില്ലയും ഒരു അതിർവരമ്പുകളില്ലാത്ത രീതിയിൽ പ്രവർത്തനം കൊണ്ട് നടക്കുന്ന മീഡിയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് അതൊരു അപ്രാപ്യമായ സംഭവമല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന്റെ വിപുലീകരണവുമായിട്ടുള്ള പദ്ധതികളുടെ ആലോചനകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് റാന്തൽ 2025 എന്ന പേരിൽ വിപുലങ്ങളായ പരിപാടികൾ ഉണ്ടായിരുന്നു. ജനുവരി 9-നാണ് പരിപാടികൾക്ക് തുടക്കമായത്. ജനുവരി 15 വരെ അത് നീണ്ടു നിന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരിപാടികൾ നടക്കുകയുണ്ടായി. വള്ളിത്തോട് മുതൽ ജനുവരി 10-ാം തീയതി വള്ളിത്തോട് മുതൽ കൂടാളി വരെ ഞങ്ങൾ സ്നേഹജ്യോതി പ്രയാൺ എന്ന പേരിൽ ഒരു വാഹന സന്ദേശ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ ആ വള്ളിത്തോട് മുതൽ കൂടാളി വരെയുള്ള സ്ഥലങ്ങളിലെ വിദ്യാലയങ്ങളിലെ NSSകളാണ് ഞങ്ങളെ ഇരിട്ടി, ചാവശ്ശേരി, പുന്നാട്, മട്ടന്നൂരൊക്കെ നമ്മളെ സ്വീകരിച്ച് നമുക്കൊരിടം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നത്. അതെ, കൂടാളിയിലാണ് അത് സമാപിച്ചത്.
അതുപോലെ തന്നെ വേരും പൂവും എന്ന പേരിലാണ് നമ്മൾ എല്ലാ വർഷവും വോളണ്ടിയർമാർക്കുള്ള പരിശീലനം കൊടുക്കുന്നത്. പിന്നെ കലാമണ്ഡലം മഹേന്ദ്രൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓട്ടംതുള്ളൽ, ക്യാൻസർ ബോധവൽക്കരണ ഓട്ടംതുള്ളൽ മട്ടന്നൂരിൽ നടക്കുകയുണ്ടായി 14-ാം തീയതി. പിന്നെ മട്ടന്നൂർ വെട്ടം എന്ന പേരിൽ 15-ാം തീയതിയാണ് അതിൻ്റെ ഒരു വിപുലമായ സമാപന സമ്മേളനം നമ്മൾ നടത്തിയത്. ഇത് എന്തിനാണ് പാലിയേറ്റീവ് ദിനം വരുമ്പോൾ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് വെച്ചാൽ പാലിയേറ്റീവിന്റെ ഒരു വിപുലമായ ബോധവൽക്കരണവും ഒരാളെങ്കിൽ ഒരാൾ പുതിയ ഒരു വോളണ്ടിയർ ഉണ്ടായിത്തീരുക എന്നുള്ള തിരിച്ചറിവും അതിൽ നിന്നും ഒരു വോളണ്ടിയർ നമുക്കൊപ്പം ചേരണം എന്നുള്ള. കാരണം നമ്മുടെ ജീവിതം അനശ്വരമായ ഒന്നല്ല. അപ്പോൾ ഒരാൾ നഷ്ടപ്പെട്ടാലും മറ്റൊരാൾ ഉണ്ടാവണം ഏത് പ്രസ്ഥാനത്തെയും നയിക്കാൻ. ആ ഒരു സുതാര്യത എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് നമ്മുടേത് എന്നുള്ളത് ഒരു വ്യത്യാസമാണ്. പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലാത്ത ഒരിടത്തിന് പാലിയേറ്റീവ് പ്രവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയുള്ള ഒരു സംഗതിയാണ്. അപ്പം അവിടെ നമ്മളെ സഹായിക്കുന്നത് ഡോക്ടർമാരും നഴ്സുമാരുമാണ്. അപ്പം നമുക്ക് മുൻപ് ശ്രീജ, അതുപോലെ തന്നെ ദിവ്യ, ഷീജ എന്നീ നഴ്സുമാരുണ്ടായിരുന്നു. അവരിപ്പം മറ്റ് ജോലി, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നിലവിലുള്ളത് സുമജ എന്ന് പറയുന്ന നഴ്സാണ്. അതുപോലെ തന്നെ അനേകം വോളണ്ടിയേഴ്സ് നമ്മുടെ മിനി ക്ലബ്ബുമായും അമ്മ പെൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായിട്ടും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. നെല്ലൂന്നിയിലുള്ള ഷമീറ, അതുപോലെ തന്നെ അജിത, ശ്രീജ മരുതായി, പിന്നെ അതുപോലെ ഭദ്രൻ, പ്രജേഷ്, അങ്ങനെ നമുക്ക് വിവേക്, ബൈജു, അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര അത്രയും അധികം ആളുകൾ നമ്മളോടൊപ്പം. നമുക്ക് പേര് പറയാൻ നമുക്ക് പ്രയാസമാണ്. കണ്ടെത്തുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന, അതെ, ട്രെയിനിങ് പരിശീലനം കിട്ടി അവരുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ടുണ്ട്. നമ്മുടെ പരിശീലനത്തില് മറ്റു പാലിയേറ്റീവ് എടുത്തു പറയേണ്ട ഒരു കാര്യം സൈക്കാട്രി പേഷ്യൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പരിശീലനം കൂടി നമ്മുടെ വോളണ്ടിയേഴ്സിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ വളണ്ടിയർമാരെ പോലെയും നഴ്സുമാരെ പോലെ തന്നെയും പ്രധാനമാണ് ആതുര സേവന രംഗത്തെ ഡോക്ടർമാരുടെ സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ നിതിൻ, ഡോക്ടർ വിശാഖ്, അതുപോലെ തന്നെ മട്ടന്നൂരിലെ ഡോക്ടർ ശ്രീധരൻ, സാജിദ് അഹമ്മദ്, അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളായിട്ടുണ്ട്. നമ്മൾക്ക് എപ്പോഴും അവരെ സമീപിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കൂടി ഒരു ക്ലബിന് ഇതൊരു ആതുര സേവന രംഗമാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കത് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഒരുപാട് മഹാരഥന്മാർ കൊണ്ട വെയിലിന്റെ തണലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പം നമ്മുടെ പ്രകാശേട്ടൻ ഇതിൻ്റെ തുടക്കം മുതൽ ഈ 3-ാം ഘട്ടത്തിലാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ള ഒരു ആശയം വന്നതെങ്കിലും അതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ, ക്ലബിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാലിയേറ്റീവ് രംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ, ഒരുപക്ഷെ നമ്മളെ ഒരു രോഗിയുടെ വീട്ടിലേക്ക് സന്ദർശിക്കാനും അതിനുള്ള വാഹന സൗകര്യം, പിന്നെ അതുപോലെ അതിനുള്ള മറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മളെല്ലാം സുമനസ്സുകളുടെ ഒരു സഹായഹസ്തം തന്നെ ആയിരിക്കും അല്ലേ? അത് പറയുമ്പം നമുക്ക് കുറച്ച് പേരെടുത്ത് പറയേണ്ട കുറേ ആളുകളുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഹോം കെയർ നടത്തിക്കൊണ്ടിരുന്നത് ഓട്ടോറിക്ഷകളിലും ആയിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ സബേഷ്, അതായത് വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ട് വാടകയ്ക്കല്ല, ഒരു ഓട്ടോയിൽ അവരെന്നെ പൈസ കൊടുക്കും പോലെ നമ്മളങ്ങനെ വിളിപ്പുറത്തല്ലേ പോകും. അപ്പോൾ നമ്മൾ നേഴ്സ് എന്ന് അവരുടെ പേരെനിക്ക്, അവരിപ്പോൾ ഗൾഫിലായിട്ടാണ്. ആ നേഴ്സിന് നമ്മൾ 500 രൂപ കൊടുത്തിട്ട് അത് ആഴ്ചയിൽ ഒരിക്കൽ വരും തുടക്കത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ സബേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാറ്റോ സുമോ ഉണ്ടായി. ടാറ്റോ സുമോ അദ്ദേഹം വീട് കല്ലൂർ UP സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവിട്ട് ഇവിടെ വരും. പിന്നെ സ്കൂള് എടുക്കേണ്ട സമയം വരെ നമുക്ക് വേണ്ടി ഓടി. അങ്ങനെയാണ് ഞങ്ങളിതിങ്ങനെ ഓരോ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളൊരു പ്രവർത്തകൻ തന്നെ കാസിം എന്ന് പറഞ്ഞിട്ട്, കാസിം PC-യും ഒരു മയറൂഫും നമുക്ക് ആദ്യ ഹോം കെയർ വാന് സംഭാവന ചെയ്തു. രണ്ടാമത്തത് നമ്മളെ ഒരുപാട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സേതു മാധവൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു KT മാധവൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്കൊരു ആംബുലൻസ്, പിന്നെ 2 പേരാണ്. ഒരു മകൻ അപകടത്തിന് മരിച്ചുപോയ സിദ്ധാർത്ഥിൻ്റെ സ്മരണയ്ക്ക് സജീവനും 2 പേരും കൂടിയിട്ട് നമുക്ക് ആ വണ്ടി തന്നു. മൂന്നാമത്തെ തന്നതെന്ന് പറഞ്ഞാൽ 2 ഹോം കെയർ വാനും ഒരു ആംബുലൻസ് ഞങ്ങൾക്കുള്ളത്. രണ്ടാമത്തെ തന്നത് നമ്മളെ പഴയ ഈ സാജിദ് അഹമ്മദിയുടെ ഭാര്യയുടെ ഉപ്പ
ഡോക്ടർ മൻസൂർ അഹമ്മദിൻ്റെയും ഇവിടുത്തെ ഒരു TVK കുറിപ്പിൻ്റെയും പേരിലാണ് ഞങ്ങൾക്ക് ഈ 3ാമത്തെ ഹോം കെയർ വാന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 ഹോം കെയർ വാനും ഒരു ആംബുലൻസ് തികച്ചിപ്പോൾ വളരെ പാവപ്പെട്ടവർക്ക് വളരെ ഒരു പൈസയും ഇല്ലാതെയാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓട്ടത്തിൽ തന്നെ എല്ലാവരും 1500 വാങ്ങുന്നുണ്ടെങ്കിൽ അത് 1200 ഒരുപാട് സൗജന്യമായിട്ട് തന്നെ ഓടുന്നത്. പക്ഷെ അർഹരായിട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ പോയാലും എല്ലാം ഫ്രീ ആയിട്ട് സൗജന്യമാണ് അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളി വരും, നിങ്ങളൊരു പിന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ട് നിങ്ങളൊന്ന് കൊണ്ടുപോയി തരും, നമ്മളത് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചു പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ 100% ആത്മാർത്ഥമായിട്ട് ആംബുലൻസ് കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാർ തന്നെയാണ് നമ്മളെ മറ്റൊരു ജോലി എന്നുള്ള നിലയിലില്ല. ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 24 മണിക്കൂർ സേവനമാണ്. അദ്ദേഹത്തിനോട് നിങ്ങളൊന്ന് സൗജന്യം ഓടണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പത്തിയൊന്നും വാങ്ങിക്കില്ല. അപ്പം അങ്ങനെയാണ്. ഇപ്പം നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ ഒരു കാര്യത്തിൽ പോയാലും പിന്നെ പേഷ്യൻ്റ് കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആംബുലൻസ് ഡ്രൈവർ കൈകാര്യം ചെയ്യും. നമ്മൾ പാലിയേറ്റീവ് വളണ്ടിയർ തന്നെയാണ് നമ്മൾ ആംബുലൻസ് ഡ്രൈവർ. ഇങ്ങനെ ഇത്രയും വർഷത്തെ പാലിയേറ്റീവ് രംഗത്തായാലും ക്ലബിൻ്റെ രംഗത്തായാലും പ്രവർത്തിക്കുമ്പോൾ ഈ ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ സർക്കാരിൽ നിന്നോ മറ്റെന്തെങ്കിലും ഒരു സഹായം പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുള്ള, ഞങ്ങൾ ആകെ ഒരിക്കൽ കൊടുത്തിരുന്നു സാംസ്കാരിക വകുപ്പിനായിരുന്നു. പക്ഷെ അതിന് അല്ല നമ്മൾ അത് കിട്ടി. നമ്മൾ പിന്നെ കൊടുത്തത് സാംസ്കാരിക വകുപ്പിനാണ്. അതിൻ്റെ സാംസ്കാരിക വകുപ്പിന് ഇങ്ങനെ ഒരുപാട് ഫണ്ടുകളുണ്ട്, നമ്മൾ അറിയാതെ പോകുന്ന കുറേ ഫണ്ടുകളുണ്ട്. പക്ഷെ ഇതുവരെ അത് കഴിഞ്ഞ MLA ഈ MLA അല്ല, കഴിഞ്ഞ MLA മുഖാന്തരമാണ് MLA ഒപ്പിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇതുവരെ നമുക്കത് പാസ്സായി തന്നിട്ടുണ്ട്. അത് നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. അത് പിന്നെ ഒരു ടീമോ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തതാണ്. പിന്നെ ഇതുവരെ ഞങ്ങൾ ഒരു ഇതിന് സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ അംഗീകാരത്തിനോ നമ്മുടെ സാമ്പത്തിക സോഴ്സിനോ ഇതുവരെ കൊടുത്തിട്ടില്ല, നമ്മൾ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞു തരേണ്ടതല്ലേ എന്നുള്ളൊരു മാനസികാവസ്ഥ ഒരുപാട് ആളുകൾ പറയും ഞങ്ങളോട്, നിങ്ങൾക്ക് എന്താ അംഗീകാരം കിട്ടാത്ത? ഞങ്ങൾ അംഗീകാരം കിട്ടണമെങ്കിൽ അംഗീകാരത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൊടുക്കാത്തത്, അപേക്ഷ കൊടുക്കാത്തതുകൊണ്ട്. അംഗീകാരം ആരെയും വേണ്ട എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ ഗ്രാമിക ചാനൽ പോലും, ഗ്രാമിക ചാനലിന്റെ മുൻ ചെയർമാനൊക്കെ നമ്മളെ പ്രസിഡന്റ്. ഗ്രാമിക ചാനലൊക്കെ നമ്മളൊരു വെളിപ്പുറത്തൊരു കാര്യം പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തന ധർമ്മം. ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ചാനൽ. പക്ഷെ നമ്മളോട് എപ്പോഴും അടുത്തിരിക്കുന്നവരാണ് ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരും. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് കൂടി വേണ്ടേ എന്നൊരു അഭിപ്രായമില്ലേ? അപ്പം നിങ്ങളൊക്കെ തിരിച്ചറിയുന്നു, അവരെ എപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ജനങ്ങളെല്ലാം തിരിച്ചറിയുമല്ലോ, പക്ഷെ നമ്മളെ തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പോഴും നമുക്കൊരു താര റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഏരിയ, അവർ നമ്മളിപ്പോഴും നമ്മുടെ ഈ ടൗൺ വാർഡിലെ കൗൺസിലർ, ഒരു സാമൂഹിക പ്രവർത്തനം കൗൺസിലർ KV പ്രശാന്തിൻ്റെ സ്മരണയ്ക്ക് നമ്മളെ അംഗീകരിച്ചിട്ട് പിന്നെ വ്യക്തിപരമായിട്ട് നമ്മളെ വിളിക്കും. പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് ആരും പോകാറില്ല. നമ്മൾ ഈ നീന്തൽ മത്സരവും ഗുസ്തി മത്സരമൊക്കെ നടത്തി ആണല്ലോ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഇവർക്കൊക്കെ നമ്മൾ ഈ 83 ഇങ്ങനെ ഒരു മത്സരം നടത്തിയിട്ടുണ്ടാവുക, ഒരുപക്ഷെ അന്നൊരു സോപ്പ് കിട്ടിയായിരിക്കും സമ്മാനം. ആ കൊടുക്കുന്നതിനൊരു അതിനൊരു മോട്ടിവേഷൻ അവർക്ക് അടുത്ത ദിവസം മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഒരു അംഗീകാരം എന്നാൽ നമുക്ക് പ്രവർത്തനത്തിനുള്ള ഊർജ്ജമാണ്, ഭാവിയിലേക്കുള്ള പ്രവർത്തനം രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ഊർജ്ജം പകരുന്നതാണ്. അതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് 48 കിലോമീറ്റർ നീന്തിയത് ഞങ്ങളെ താരങ്ങളാണ് 8 പേര്, നവീന്, രാജീവ് മാഷൊക്കെ. ശരി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ബോക്സിങ്ങിൻ്റെ ജില്ലാ സെക്രട്ടറി നമ്മുടെ പ്രവർത്തകനാണ് ശ്രീജിത്ത്, ഈ അസോസിയേഷൻ്റെ ബോക്സിംഗ് അസോസിയേഷൻ്റെ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് ഓരോ മേഖലകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ നാട്ടുവെളിച്ചം എന്ന ഈ അധ്യായത്തിൽ സാധാരണ നാട്ടുവെളിച്ചം എന്ന പരിപാടി തന്നെ നാട്ടിൻ്റെ വെളിച്ചമായി മാറുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരിക്കുന്ന സാന്നിധ്യം സ്ഥാപനങ്ങളെ പൊതുജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ നാട്ടുവെളിച്ചം എന്നുള്ളത് ഏറ്റവും അന്വർത്ഥമാകുന്ന ഒരു സ്ഥാപനമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിച്ചത്. മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, വളരെ ശ്രദ്ധിച്ച് പറയണം, മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അല്ല, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. എന്തായാലും അതൊരു കലാപ്രവർത്തനങ്ങളെ, സാധാരണ ക്ലബ്ബുകളെ പോലെ കലാപ്രവർത്തനങ്ങളെ മാത്രമല്ല, കായിക വിനോദങ്ങളെ മാത്രമല്ല, ഒരു വ്യത്യസ്തമായ ഒരു പാലിയേറ്റീവ് രംഗം, അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും
ഇവർ പറയുന്ന തരത്തിൽ തന്നെയാണെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ സ്വസ്ഥമായി മാന്യമായി മരിക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. അത് പലർക്കും ലഭ്യമാകുന്നില്ല. അതിൽ ഒരു ഇടപെടൽ നടത്തുന്നു. അതുപോലെ തന്നെ കാരുണ്യം അർഹിക്കുന്നവരെന്നല്ല, അവർ കണ്ടെത്തി പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് ശ്ലാഘനീയമാണ്, നാട്ടിന് മാതൃകയാണ്. മട്ടന്നൂരിനെ സംബന്ധിച്ച് മട്ടന്നൂർ നിവാസികൾക്ക് അമ്മ ആൻഡ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരുപക്ഷെ ജില്ലയിലും ജില്ലയ്ക്കപ്പുറം സംസ്ഥാനത്തും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതായാലും വളരെ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.